വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കസബിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഷിപ്പ് വഴി മസ്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് വഴി നാട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. നമ്മളെ വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അങ്ങനത്തെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞതാ പോവാൻ നിൽക്കുകയാണ്. നിഷാദ ഞങ്ങൾ ഇനി മസ്കറ്റിലേക്ക് ഷിപ്പ് വഴിയാണ് പോണത്. കുഴപ്പമില്ലാണ്ട് എത്തട്ടെ. ഇനി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഷിപ്പിൻ്റെ സ്ഥലത്തിൽ. അന്നേരം അവിടെ അയലോ കസബ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ തന്നെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല ജോളിയായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയി. ഇവരൊക്കെ ഞങ്ങളെ യാത്ര അറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞ് പോവാണ്. ചെറിയ വിഷമമുണ്ട് പോകുന്നതിലും, എന്നാലും സാരില്ല, പോയാലേ പറ്റൂ. നാട്ടിലെല്ലാം സ്കൂളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഞങ്ങൾ കസബിൽ തന്നെ നിന്നിരുന്നു. ഇവിടെ സ്കൂളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്കൂളുണ്ട്, പക്ഷെ അവിടെ 8ാം ക്ലാസ് വരെ ഉള്ളൂ. 9, 10 നാട്ടിലേക്ക് വരണം. അപ്പോൾ കൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ സെറ്റിലാവേനി. ഇതിപ്പം അവിടെ ക്ലാസ്സും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോയാലേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ വെക്കേഷൻ വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇനി ഫുൾ സ്കൂള് കാര്യമൊക്കെ ആയിട്ട് ഞാൻ മുംബൈയിലെത്തിയാണ്. കൊണ്ട് ഇനി യൂട്യൂബ് കാര്യം കളിച്ച് നടക്കേണ്ട പ്രായമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ ഇപ്പം തന്നെ തുടങ്ങിയത്. അപ്പം ഇനി നാട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബും കാര്യമൊക്കെ നിൽക്കും. പിന്നെ കഴിഞ്ഞിട്ടേ ഉണ്ടാവും എൻ്റെ യൂട്യൂബും വ്ളോഗും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് മസ്കറ്റിലെത്തിയിട്ട് കാണാം. പിന്നെ കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സാൻഡ്വിച്ചും മാംഗോ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ തിന്നാം. ഞങ്ങൾ അവിടുന്ന് 1 മണിക്ക് കയറിയിട്ട് പിന്നെ മസ്കറ്റിലെത്തുന്ന 5 മണിക്കാണ്. 5 മണിക്കൂർ യാത്ര ഉണ്ട്. കസബിന്ന് മസ്കറ്റിലേക്ക് ഷിപ്പ് വഴി പോകുമ്പോൾ, ഫ്ലൈറ്റ് വഴി പോകുമ്പം അത്ര ദൂരമൊന്നുമില്ല, കുറച്ച് വേഗത്തിൽ തന്നെ എത്തും. ഇത് ഷിപ്പിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഫൈനലി ഗൈസ് ഞങ്ങൾ കുറേ യാത്ര ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ മസ്കറ്റിലെത്തിയിട്ടുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്ത് നിന്ന് സെർബിക്ക് ഒരു ഫ്രണ്ടിനെയും കിട്ടി. അങ്ങനെ ഞങ്ങൾ ബൈ ടു കസബ് ആൻഡ് ഹൈ ടു മസ്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ കഴിച്ച് ഞങ്ങളിതാ എത്തി. ഞങ്ങൾ ഇറങ്ങിയിട്ട് ടാക്സി വിളിക്കും. എന്നിട്ട് ടാക്സിയിൽ നിന്ന് എന്താ പറയുക, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവും. അപ്പാർട്ട്മെൻറ്റിൽ പോയി ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ ഷോർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പം അതുവരെക്കും എല്ലാവർക്കും ബായ്.